ദൈവങ്ങളെയും ब्रह्मण द्वितीये परार्थे श्वेतवराहकल्पे वैवस्वते मन्वन्तरे अष्टाविंशतितमे कलियुगे कलिप्रथमचरणे एकवृन्दः सप्तनवतिकोटि नवविंशतिलक्ष नवचत्वारिंशत्सहस्र एकादशाधिकशततमे सृष्टिवर्षे विरोधे संवत्सरे हेमन्तर्दौ पौषमासे उदीपे भरतखण्डे आर्यावर्तान्तर्गते भारतराष्ट्रे केरलप्रान्ते मलप्पुरम जनपदे आवनूर ग्रामे श्री शिवशक्ति विद्यानिकेतन विद्यालये राष्ट्रशिक्षा सिद्ध्यर्थम् अस्माभिः अत्र ज्ञानयज्ञः क्रियते। ॐ अमृतोपस्थरणमसि स्वाहा। ॐ अमृताभिधानमसि स्वाहा। ॐ सत्यं यश श्रीमये श्रीश्रयतां स्वाहा। स्वौधौरिव भूम्ना पृथ्वीवरिम्ना अस्यास्ते पृथिवी देवयचनि पृष्ठाग्निमन्नादमन्नाध्यायते। नानाथेन समेधय स्वाहा। इदमग्नये जातवेदसे इदं नमः। ॐ अयं ततं न स्वरदो। ॐ अग्नये स्वाहा। इदम् अग्नये इदं नमः। ॐ सोमाय स्वाहा। ॐ व्यासाय स्वाहा। इदं व्यासाय इदं नमः। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते।
ദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം അവരെ ആദരിക്കുന്ന ചടങ്ങാണ്. ഇത്ര വയസ്സിൻ്റെ ഉള്ളില് ഉണ്ടായിട്ടുണ്ട്. അധികമൊന്നും ഇല്ലെങ്കിലും കരുതുന്നതിൽ കുറച്ചും കൂടിയൊക്കെ അറിവുണ്ടാവും. ആ അനുഭവങ്ങൾ കേൾക്കാൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണ്ടല്ലോ. ഇന്ത്യയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ 7 ദിവസം വീട്ടില് വലിയൊരമ്മായി ഉണ്ടായിരുന്നു തറവാട്ടില്. അവർക്ക് തിരുവാതിര പാട്ട്, വെള്ളത്തില് പൂ പൊലിക്കല്, പിന്നെ ഞങ്ങൾ തണുപ്പുണ്ടെങ്കിൽ തീ കായും, ഇങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടുകൾ 7 ദിവസം. അപ്പോ ഇന്നൊക്കെ ഞങ്ങൾ രാവിലെ ആയാൽ നന്നായിട്ട് ഉറങ്ങും. ഞങ്ങൾ തിരുവാതിരക്കുളിക്ക് പോവാൻ അങ്ങനെ കാത്തു നിൽക്കാവും. അതില് അന്നിപ്പോ ഒരു ക്ലോക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു വാച്ചൊക്കെ എടുത്ത് വെച്ച് സമയം ഇങ്ങനെ നോക്കി നോക്കി ഒരു ദിവസം ഉണ്ടായ ഞങ്ങളുടെ അനുഭവമാണ്. 5 മണിന്ന് വിചാരിച്ചപ്പോ ഞങ്ങൾ 3 മണിയായ സമയത്ത് ഞങ്ങൾ തിരുവാതിരയ്ക്ക് കുളിക്കേണ്ട സമയമായിച്ചിട്ട് പോയി. അവിടെ ചെന്നപ്പോ നേരത്തെ ആയപ്പോ അവിടുത്തെ നായ അങ്ങനെ കുരച്ചു. അപ്പൊ ഞങ്ങൾക്ക് പേടിയായി. അപ്പൊ ഞങ്ങളെ തിരുവാതിര പാട്ടുണ്ട്, ടീച്ചർ മറന്നു പോയിക്കണം. ഒരു ചെറിയ പാട്ട് പാടാം. ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ്, ഭഗവതിക്കു തിരുനോൻപാണ്. ഉണ്ണരുതേ ഉറങ്ങരുതേ, ആടണം പോൽ പാടണം പോൽ, തുടിക്കണം പോൽ കുളിക്കണം പോൽ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ തുടിച്ചിട്ട് പാടുന്നതാണ്. വീട്ടിൽ ചെന്നിട്ട് അമ്മമാരോടോ മുത്തശ്ശിമാരോടോ ഒക്കെ എങ്ങനെയാണെന്നൊന്ന് ചോദിച്ചു നോക്കുക. താളം കാട്ടിയാലും മതി. പിന്നെ വെള്ളത്തിലിറങ്ങുമ്പോ പിന്നെ പാർക്കിലൊക്കെ പോകുമ്പോ നീന്തൽക്കുളത്തിലും അങ്ങനെയൊക്കെ ഇറങ്ങുമ്പോ വല്ലാതെ വെള്ളത്തിൽ ആഴത്തിലല്ലാതെ അതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. മനസ്സിലായോ? നല്ല രസമാണ്. പിന്നെ ജീവിതത്തിന് കുറച്ച് വലുതായാല് നിങ്ങളൊക്കെ കല്യാണം കഴിക്കും. അപ്പൊ അതിന്റെ ഐതിഹ്യം നല്ല ഭർത്താക്കന്മാര്, നല്ല സൽസ്വഭാവത്തോടു കൂടിയ നല്ല ഭർത്താക്കന്മാരെ കിട്ടാനാണ് എല്ലാ തിരുവാതിരയ്ക്കും പെൺകുട്ടികള് നോമ്പ് നോക്കും. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് സുഖമായ ഒരു ജീവിതത്തിന് രണ്ടാളും കൂടി ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയൊക്കെ നല്ല ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ കഴിയാൻ, സന്തോഷത്തോടു കൂടി കഴിയാന് അതിനുള്ള ഒരു ഐതിഹ്യം എത്രയും ഓർത്താൽ മതി. എന്ത്? ശിവന്റെ പിറന്നാളാണെന്നും പെൺകുട്ടികളൊക്കെ നോമ്പ് നോക്കണമെന്നും ആൺകുട്ടികൾക്കൊക്കെ ഭക്ഷണം. ശിവന്റെ പിറന്നാളാകുമ്പോ ശിവൻ ഭക്ഷണമൊക്കെ കൊടുക്കണമല്ലോ നന്നായിട്ട്. പിറന്നാളിന് അങ്ങനെയല്ലേ നമുക്ക് പായസമൊക്കെയുള്ള നല്ല സദ്യ കഴിക്കും. നമ്മള് തിരുവാതിരയ്ക്ക് നോലുമ്പ് നോക്കി. ഇപ്പൊ തിരുവാതിര ഇപ്രാവശ്യം എന്നാണ്? ഇന്നലെ 11 മണിക്ക് തുടങ്ങിയിട്ട് ഇന്ന് 10 മണി വരെ തീരാനായി തുടങ്ങി. തിരുവാതിര തീരാനായി, സമയം അവസാനിക്കാനാവുമ്പോഴാണ് നമ്മളെ തിരുവാതിര ആഘോഷം നടത്തുന്നത്. നല്ലൊരു സമയത്താണ്. തുടക്കത്തിലും അവസാനത്തിലും തിരുവാതിര ആഘോഷം നടത്തുന്നത് നല്ലതാ. അപ്പോ ഇത്ര അധികമൊന്നും പറയത്തില്ല. പോലെ അർത്ഥം പോലെ ഇന്ന് ശങ്കരാചാര്യർക്ക് ജ്ഞാനദൃഷ്ടിയാൽ ഇത് മനസ്സിലാവുകയും ശങ്കരാചാര്യർ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വരികയും ചെയ്തു. വന്ന സമയത്ത് അമ്മ മരണാസന്നയായിട്ട് കിടക്കണ കാഴ്ചയാണ് കണ്ടത്. അമ്മയെ ചേർത്ത് പിടിച്ച് തന്നെ മടിയിലേക്ക് കിടത്തുകയാണ്. ആ സമയം ശങ്കരാചാര്യരുടെ മനസ്സിലെ ഒരു ചിന്ത വരികയാണ്. തൻ്റെ അമ്മ എന്നല്ല, ഓരോ അമ്മയും, നിങ്ങളുടെ ഓരോരുത്തരുടെ അമ്മയും, ചേച്ചിയുടെ അമ്മയും, എല്ലാവരുടെ അമ്മയും ഒരു കുഞ്ഞ് ഗർഭത്തിൽ രൂപം കൊണ്ട കാലം മുതൽ എന്തെല്ലാം ക്ലേശങ്ങൾ സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്.
सपति चरणयोस्ते मातरस्तु प्रणामः न दत्तं मातस्ते मरणसमये तोयमपि वा स्वधा मानो देय मरणदिवसे श्राद्धविधिना न जप्तो मातस्ते मरणसमये तारकमनु अकाले सम्प्राप्ते मयि कुरु दया मातरतुला मुक्ता मणिस्त्वं मरणं ममेति राजेति जीवेति चिरं सुतत्वम् इत्युक्तवत्यास्तव वाचि माता ददाम्यहं तण्डुलमेव शुष्कम् अम्बेति तानेति शिवेति तस्मिन् प्रसूतिकाले यदवोच उच्चै कृष्णेति गोविन्द हरे मुकुन्दे यहो जनन्ये रचितोऽयमञ्जली സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓൾ കേരള ലെവലിൽ സംഘടിപ്പിക്കുന്നതാണ് ഈ നിധി സ്വരൂപണം. ഈ പ്രാവശ്യം അത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുക. കണ്ടെത്തി അവരെ അപേക്ഷ കൊടുത്ത് അവർക്കും ഇതിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക സഹായം ലഭ്യമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഓരോ കുട്ടികളും അവർക്കൊരു കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത വീടുകളിലൊക്കെ നടന്ന് ജനങ്ങളുമായിട്ട്, അതൊരു സ്കില്ലാണ്, ഒരാളെ നമ്മളെ ഉള്ളിലുള്ള കാര്യം പറഞ്ഞ് ധരിപ്പിച്ച് അവരിൽ നിന്നും അവരധ്വാനിച്ചുണ്ടാക്കിയ പണത്തിന്റെ ഒരു ഭാഗം, ചെറിയ ഒരു ഭാഗം അവരിൽ നിന്ന് സംഭാവനയായിട്ട് വാങ്ങുക എന്നുള്ളത് അത് ഓരോ വ്യക്തിക്കും ഡെവലപ്പായി വരേണ്ട ഒരു സ്കില്ലാണ്. ആ സ്കില്ല് കുറച്ച് വ്യക്തികളിൽ ഉണ്ടായത് കൊണ്ടാണ് 40 ലക്ഷത്തോളം രൂപയുടെ ഈ ബിൽഡിംഗ് ഇവിടെ നിലനിൽക്കുന്നത്. സമൂഹത്തിന്റെ സഹായം നമ്മളിലേക്ക് വാങ്ങാൻ എങ്ങനെ നമുക്ക് സാധ്യമാകുമോ അതിന്റെ തെളിവാണ് നിങ്ങളിരിക്കുന്ന ഈ ബിൽഡിംഗ് തന്നെ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, കുട്ടികൾക്ക് ഇതുപോലുള്ള സ്കില്ല്, സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള സ്കില്ല് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കുട്ടികൾ അവരുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള കുറെ കുടുംബങ്ങളെ ചെന്ന് കാണുകയും അവരുടെ ഉള്ളിലുള്ള ഉദ്ദേശം പറഞ്ഞു തരും. ക്ലാസ് ലീഡർ ഹരിനന്ദ. അടുത്തതായി 6th സ്റ്റാൻഡേർഡ് ക്ലാസ് ലീഡർ ഹൃത്യ. നെക്സ്റ്റ് 5th സ്റ്റാൻഡേർഡ് ക്ലാസ് ലീഡർ സായി നിരഞ്ജൻ. നെക്സ്റ്റ് 4th ക്ലാസ് ലീഡർ ജിതിൻ ദേവ്. നെക്സ്റ്റ് 3rd സ്റ്റാൻഡേർഡ് ക്ലാസ് ലീഡർ അനിക. അമ്മമാരെ ഞാൻ വീണ്ടും പറഞ്ഞു, അമ്മമാർക്ക് ഇവിടെ കുട്ടി ഓക്കെ. 2 കാലും തൊടുക, കുങ്കുമം തൊടുക, 2 കാലും 2 പാദത്തിൽ തൊട്ട് കഴിഞ്ഞവര് കൈകൂപ്പിയിരിക്കുക. ഒൻപത് മന്ത്രങ്ങൾക്കുള്ള പൂവാണ്. അപ്പൊ അതിനനുസരിച്ച് ശാന്തി രൂപേ
संस्थिता नमस्तस्यै 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 नमो नमः. കൈ കൂപ്പി നിൽക്കുക. എന്നിട്ട് വലതുഭാഗം നമ്മൾ ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ചോറിനുള്ള ഭാഗമില്ലേ, ആ ഭാഗത്ത് കൂടി കൈ കൂപ്പി 3 പ്രാവശ്യം ഒന്ന് തിരിഞ്ഞ് നമ്മുടെ കാല് തൊട്ട് നമസ്കരിക്കുക. ചെയ്തോളൂ. കാല് തൊട്ട് തൊഴുകട്ടാ. ശബ്ദം വേണ്ട കേട്ടോ. ഈ ലൈനിലേക്ക് ചിത്തി മന്ദാരം തുളസി പിച്ചകമാ